ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റേക്കേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. മുമ്പ് ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കാണും കേട്ടോ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഷിപ്പിൻ്റെ അകത്തൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും ഷിപ്പിൻ്റെ ഉൾവശമൊക്കെ പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഇത് പുറത്തേക്ക് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഈ ഷിപ്പിൻ്റെ ഞങ്ങളെ റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു ഇത്. അതിൻ്റെ തന്നെ പല ഫ്ലോറിലും നമ്മളിങ്ങനെ കയറി ഇറങ്ങി ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് കാണാനുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. രണ്ട് സൈഡിലും കുറേ ചെയറും ടേബിളൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് നമുക്ക് കടലിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് തന്നെ ബുക്സും കാര്യങ്ങളൊക്കെ വായിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇത് വിസിറ്റേഴ്സ് ഹാളാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഷിപ്പിൻ്റെ രണ്ട് വശവും ഇങ്ങനെ ഇതുപോലെ ചെയറും ടേബിളും സോഫ കാര്യങ്ങളിട്ടിട്ട് ഈ നടുഭാഗത്തൊരു തിയേറ്ററോ പിന്നെ ഒരു കോൺഫറൻസ് ഹാള് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഉൾവശം. അത് ഞാൻ എടുത്തിട്ടില്ല. അവിടെ പാർട്ടി ഹാളായിട്ടും അങ്ങനെ കുറേ ഉണ്ട് നടുഭാഗത്ത്. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ പോകുന്നതിനിടയിൽ ഇത് തന്നെ ഇങ്ങനെ കാണാൻ തന്നെ ഒരുപാടുണ്ട്. ഈ ഏരിയയിൽ നിന്ന് അങ്ങോട്ട് നോക്കും തോറും ഒരുപാട് ഏരിയ ഇതുപോലെ ഇങ്ങനെ നമുക്ക് കണ്ട് ആസ്വദിച്ചുകൊണ്ട് പോകണം. അങ്ങനെ ഇതാ ക്വീൻ എലിസബത്തും അവരുടെ ഹസ്ബൻഡും കൂടെ കിങ്ങും കൂടെ ഉള്ളൊരു ഫോട്ടോസാണ് കേട്ടോ. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയ ഓരോ ഷിപ്പാണെന്ന് തോന്നുന്നു. പിന്നെ അപ്പോഴേക്ക് ഇതാ നമ്മുടെ ഐബു റൂമിൽ സ്വിമ്മിങ്ങിനൊക്കെ ഡ്രസ്സ് റെഡിയായി മാറ്റി ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവനെ സ്വിമ്മിങ്ങിന് കൊണ്ടുപോകണം. പിന്നെ ജിമ്മുണ്ട്, അതൊക്കെ ആസ്വദിക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ആ പോകുന്ന വഴിയിലാണ് നമ്മൾ ഒരു മ്യൂസിയം കണ്ടത്. അവിടെ ഒരുപാട് സമയം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി സമയം ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പഴയ കാലത്തിലെ കണ്ടോ, ടൈപ്പ് റൈറ്റർ തൊട്ട് പിന്നെ ഒരു ഷിപ്പിനകത്ത് എന്തൊക്കെയുണ്ടാവും അതെല്ലാം ഇവിടെ അങ്ങനെ ഗാലറി ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കേട്ടോ. പിന്നെ ഷിപ്പിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ അവിടുത്തെ ക്യാപ്റ്റൻ്റെ പലതരത്തിലുള്ള അവിടെ സ്റ്റാഫിൻ്റെതും ക്യാപ്റ്റൻ്റെ ഒക്കെ ഫോട്ടോസ് കാര്യങ്ങളും ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു. ഷിപ്പിനകത്ത് എന്തൊക്കെയുണ്ട് അതിൻ്റെ എല്ലാം പിക്ചറുകളും വിവരിച്ചിട്ടുള്ള കുറേ ഫോട്ടോസായിരുന്നു. അതൊക്കെ നമ്മൾ ഈ മെല്ലെ മെല്ലെ ഇങ്ങനെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പിന്നെ അവിടെ നമുക്ക് കാണാൻ പോകുന്നവർക്ക് അവിടെ നിന്ന് വായിച്ച് നമുക്ക് ആസ്വദിച്ചുകൊണ്ട് പോകാം. പിന്നെ നല്ല നല്ല ഭംഗിയാട്ടോ കാണാൻ. ഒട്ടും ഒരു എന്താ പറയുക, ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റേക്കേഷനായിരുന്നു. ഷിപ്പിനകത്തായാലും അതിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ആസ്വാദനം ഉണ്ടായിരുന്നു. പിന്നെ മോനൊക്കെ തന്നെ എത്ര ചെറിയ കുട്ടികൾ അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കണ്ടില്ലേ പഴയ കാലത്തെ ഓരോ കാര്യങ്ങളും, ഷിപ്പിനകത്തുള്ള ഓരോ കാര്യങ്ങളും. ഇതിപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയൊരു ഷിപ്പാണ് ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിനകത്തുള്ള എൻജിനും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിലും ഇതിലുണ്ട് കേട്ടോ. ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ സ്റ്റാഫിൻ്റെ പിന്നെ അവരെ യൂണിഫോം അടക്കം അവിടെ അതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ കണ്ട് ആസ്വദിക്കാനൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്നാണ് പിന്നെ ഓരോ എന്താ പറയുക എത്രയോ ഫ്ലോർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ ഫ്ലോറിലും അതിൽ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് സ്വിമ്മിങ് ഏരിയയിലേക്കാണ്. അതിപ്പോൾ കുറേ സമയമായിട്ട് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് അവൻ ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് കൂടെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒന്ന് റൂമിൽ പോയി അവൻ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. അങ്ങനെ ആ സ്വിമ്മിങ് ഏരിയയ്ക്ക് പോയിട്ടുണ്ട് അവൻ. അപ്പോൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എത്ര കയറാൻ പറഞ്ഞിട്ടും കയറാതെ വാശി പിടിച്ച് ഒരുപാട് സമയം കളിച്ചിട്ടുണ്ട്. അങ്ങനെ നീന്തലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോയത് കുട്ടികൾ കളിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു, അവിടേക്കാണ്. അവൻ അവിടെയും കുറച്ച് നേരമൊക്കെ കളിച്ച് എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം റൂമിലേക്ക് പോയി. അങ്ങനെ ഉറങ്ങിയൊക്കെ എണീറ്റ് ഫ്രഷായി നമ്മൾ അടുത്ത ദിവസം വീണ്ടും കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ കവർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വീണ്ടും എല്ലായിടത്തൊന്നും കണ്ട് ആസ്വദിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് ഈ ഭാഗങ്ങളൊക്കെ വീണ്ടും കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഭാഗം നേരത്തെ കുറച്ച് ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നന്നായിട്ട് എൻജോയ് ചെയ്തിങ്ങനെ പോയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് നമുക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് കാണാൻ പോകാമെന്ന്. അങ്ങനെ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 9 മണിയായിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല ചൂടാണ്. ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ഡെക്കിന് മുകളിലൊക്കെ പോകാൻ. അപ്പോൾ എന്തൊക്കെയാണ് തുടക്കത്തിന് ഫ്രൂട്ട്സ് ഉണ്ട്, ചീസ്, മുട്ടടല്ല, പിന്നെന്താ ഡിപ്പുകൾ, സാലഡ്, ഇങ്ങനത്തെ യോഗട്ട്, പലതരം യോഗട്ട്,
ഇത്ര ഐറ്റംസൊക്കെയാണ് കേട്ടോ മെയിനായിട്ട്. പിന്നെ കുറേ സാലഡുകൾ, ബ്രേക്ക്ഫാസ്റ്റിന് അറബികളും മറ്റു നാട്ടുകാരൊക്കെ കഴിക്കണം പലതരം ഡിഫറെൻറ്റ് ബ്രെഡ് ക്രോസാണ്. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരം കോൺഫ്ലെക്സുകളും എല്ലാം. അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ബ്രെഡ്, ബട്ടർ, അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ടൈപ്പൊക്കെ നമുക്ക് ടോസ്റ്റ് ചെയ്തൊക്കെ കഴിക്കാനുള്ള എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു. പിന്നെ അതാ കിഡ്നി ബീൻസിൻ്റെ ഒരു ഗ്രേവി, പിന്നെ മെയിനായിട്ട് അവിടുത്തെ ആളുകളൊക്കെ കഴിക്കുന്ന സോസേജസ്, ഇതെല്ലാവരും അല്ല കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് കേട്ടോ, നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടോണമെന്നില്ല. പിന്നെ ആലു, ചപ്പാത്തി, ഇത് ഫ്രൈഡ് റൈസ്. ഓട്സ് കഴിക്കാനുള്ള കപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കഴിക്കാം. അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഇന്നലെ ഡിന്നറിൻ്റെ സമയത്ത് അധികം ആളുണ്ടായിരുന്നില്ല, പക്ഷേ മോർണിംഗ് ആയപ്പോൾ പക്ഷേ നല്ല ഒരു ഏരിയ ആയിരുന്നു. നമ്മളിപ്പോൾ എടുത്ത നമ്മൾക്ക് ഈ കിട്ടിയ ടേബിള് നല്ല വ്യൂ ഉള്ള സ്ഥലത്തായിരുന്നു കിട്ടിയത്. രാത്രിയാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടോ, അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ പുറത്തേക്ക് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നല്ലൊരു ടേബിളാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഞങ്ങൾ ഷിപ്പിൻ്റെ ഏറ്റവും മുകളിലെ ഡെക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നല്ല ചൂടുണ്ട്, വല്ലാണ്ട് ആസ്വദിക്കാനൊന്നും പറ്റുന്നില്ല. എങ്കിലും ആ ഭാഗമൊക്കെ ഒന്ന് കാണണ്ടേ, എക്സ്പ്ലോർ ചെയ്യണ്ടേന്ന് വിചാരിച്ചു. കാരണം അവിടെ നിന്നുള്ള കാഴ്ചകളാണ്, ദുബായിൻ്റെ കടൽ ഭാഗങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അവിടെ ഇരുന്ന് കുറേ സമയം, നല്ല ചൂടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഇപ്പം നല്ല സമ്മർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മുകളിൽ കയറിയപ്പോഴേക്ക് 10 മണിയായിട്ടുണ്ട് ഏകദേശം. പിന്നെ അവിടെ ഇരുന്ന് കുറച്ചൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആ ഭാഗങ്ങളൊക്കെ കണ്ട് അങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ നമുക്ക് ചൂട് കാരണം ഒരുപാട് സമയം അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഐബുവിന് ചൂടൊന്നും ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ ഓടി ഓടി നടക്കുന്നതായിരുന്നു കേട്ടോ. കണ്ടോ, അവനെ പിടിച്ച് ഇങ്ങനെ എന്താ വയ്ക്കാന്ന് പറഞ്ഞാൽ അവനെ ഓടി നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ ഷിപ്പിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. നല്ല, ഞാൻ ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിട്ട് തോന്നിയത്. ആദ്യമായിട്ടാണ് ഷിപ്പിൽ വരുന്നത്. പിന്നെ എനിക്ക് ഇതുപോലെ എന്താ പറയുക, ഇങ്ങനെ ചീത്ത സ്മെല്ലൊക്കെ ഉണ്ടാവുന്നൊക്കെ ഒരു തോന്നലുണ്ട്. പക്ഷേ എവിടെ ഏത് ഭാഗത്ത് വന്നപ്പോഴും ഒട്ടും അങ്ങനെ ഇതായിട്ട് തോന്നിയില്ല കേട്ടോ. നല്ലതായിരുന്നു. പിന്നെ കുറച്ച് പേര് ആളുകളൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ അവരെ അത്ര ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഫോട്ടോസിൽ. അത് അത്ര പാടില്ലല്ലോ, മറ്റാൾക്കാർ വരുമ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ക്യാമറ ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. ഈ കടലിലെ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, എന്തൊരു ഭംഗി അറിയോ, നല്ല നീറ്റ് ആൻഡ് ഇങ്ങനെ ക്ലിയർ ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ സ്മെല്ലില്ലാത്ത ചിലപ്പോൾ മൂവ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇതാ മറ്റൊരു ഏരിയ ആണ് കേട്ടോ, ഒരു ഗാലറി. അവിടെയും കാണാൻ നല്ല ഒത്തിരി ഉണ്ട്. അവിടെയാണ് ഈ ഷിപ്പിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും കൂടുതൽ എഴുതിയിട്ടുള്ളത്. അതായത് ഈ ഷിപ്പ് എന്ന് ഉണ്ടാക്കി, പിന്നെ അതിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻ നടത്തി, ഓരോ ഇയറും അതിനെക്കുറിച്ചിട്ട് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഉള്ള ഒരു ഏരിയ ആണ് ഇത് കേട്ടോ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ വായിച്ച് തീരണമെങ്കിൽ നമുക്കൊരു ദിവസം മതിയാവില്ല, അത്രയ്ക്കും ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ആദ്യം ആളുകളൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്നൊരു ഷിപ്പായിരുന്നല്ലോ. അത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഇത് മോഡിഫൈ ചെയ്ത് പിന്നെ ഇത് ഇവിടെ ദുബായിൽ കൊണ്ടുവന്ന് അത് ഹോട്ടലാക്കി മാറ്റുകയാണ് ചെയ്തത്. മുമ്പ് ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള അതാണ് റോയൽ ഗാലറി. ഈ ഗാലറിയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് സമയം നമുക്കിത് വായിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. പിന്നെ അവരുടെ എല്ലാ ഫാമിലി ഫോട്ടോസും എല്ലാം ഉണ്ടായിരുന്നു കണ്ടോ. ക്യൂൻ്റെ എല്ലാം അവിടെ ഫാമിലിയുടെ എല്ലാവരും ഫോട്ടോസൊക്കെ ഇവിടെ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ കേട്ടോ കാണാൻ. പിന്നെ പറ്റുന്നവർ വന്ന് കാണുക, അത്രേ പറയാൻ പറ്റൂ. പിന്നെ നല്ലൊരു ഒരു എക്സ്പീരിയൻസാണ് ഇത്. നമ്മൾ ഡിഫറെൻറ്റ് രാജ്യത്ത് യാത്ര ചെയ്യുന്ന അത് വേറൊരു എക്സ്പീരിയൻസ്, പക്ഷേ ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരുപാട് സമയം നമ്മൾ ഇവിടെയും സ്പെൻഡ് ചെയ്തു. നമുക്ക് 2:30 കയറിയിട്ട് പിറ്റത്തെ ദിവസം 2:30 മണി വരെ നമുക്ക് അവിടെ
സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു. 2:30 മണിയല്ല, 3 മണിക്കാണ് എനിക്ക് റൂം കിട്ടിയത്. അപ്പോൾ അടുത്ത 3 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ റൂമിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവരൊരു ബർത്ത്ഡേ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അപ്പോൾ ചെക്ക് ഔട്ടിനുള്ള ടൈം ആയിട്ടുണ്ട്. ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്ത സ്റ്റെക്കേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ക്യൂൻ എലിസബത്ത് 2 എന്ന ഷിപ്പിനോട് ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ടേക്ക് കെയർ. ബൈ.